മരണത്തിൻ മാന്ത്രികത്തോണി തുഴഞ്ഞുപോയവരെല്ലാം തിരികെ തുഴയാൻ മറന്നവരല്ല. മായികമാലേയം മൂടി അവരുടെ കാഴ്ച മറച്ചതവരെ മറ്റേതോ തീരത്തടുപ്പിക്കുവാനായിരുന്നില്ലേ? ആത്മാവിൻ ആഴങ്ങളിൽ മണ്ണു പുതഞ്ഞമർന്നുപോയ വേദനകളും മരിച്ച മണ്ണിനുമീതെ എരിഞ്ഞ ചിതയിൽ പൊള്ളുന്ന നോവുകളും ജീവൻ സ്പന്ദനം കൊള്ളുന്ന നിശ്ചല ചിത്രങ്ങളായുള്ളിൽ ചലിക്കുന്നുണ്ടായിരുന്നു. അതെ, ഏത് നിശ്ചലതയെയും ചലിപ്പിക്കുവാനുള്ള മാന്ത്രിക മന്ത്രങ്ങൾ കൈവശമുള്ളൊരു യാഥാർത്ഥ്യത്തിൻ്റെ മാന്ത്രികനായിരുന്നത്രേ സ്മൃതികളായി രൂപമെടുത്തിരുന്നത്. വിധിയുടെ പരീക്ഷണങ്ങൾക്ക് നരകയറില്ലെന്ന് നരകിച്ച വേദനകൾ തിരിച്ചറിഞ്ഞു. തിരിഞ്ഞു നോക്കി നടക്കുവാനാകാതെ തരിച്ചുനിന്ന എന്നാത്മശോകങ്ങൾ വരണ്ടുവറ്റിയ നീർച്ചാലുകൾക്ക് കരയുവാനുള്ള കണ്ണീരുറവ കൂടി അവശേഷിച്ചിരുന്നില്ലെന്ന് മനസ്സിലാക്കി. തിരികെയെത്താനാകാതകന്നുമറഞ്ഞ ജീവസ്പന്ദനങ്ങൾക്കായി ഞാൻ എന്നുള്ളിലെ മറവിയെ തിരഞ്ഞുപിടിച്ചു കൊന്നു. ഭൂതകാലത്തിൻ്റെ നിഴൽത്തണലിൽ നിദ്രയിലാണ്ടുകിടന്ന എന്നെ ഭ്രാന്തിയെന്നാരോ വിളിച്ചു. ഭാരിച്ച നഷ്ടച്ചുമടുകൾ താങ്ങി വലിച്ചിഴച്ചു ഞാൻ നടന്നിട്ടും തളർന്നില്ലതെന്തെന്നാൽ ആ ഭൂതകാലത്തിൽ ഉത്ഭവപ്പെട്ടു ഞാൻ ഇന്നത്തെ ഞാനായി രൂപാന്തരപ്പെട്ടതെന്നതിൻ വ്യക്തതയാരറിവൂ?